അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് ബദർ ദിനം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അർപ്പണബോധവും ത്യാഗസന്നദ്ധതയും പ്രകടമാക്കേണ്ട, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള സകലമാന പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നേരിൻ്റെ പക്ഷത്ത് നെഞ്ചുറപ്പോടുകൂടെ നിലയുറപ്പിക്കാനുള്ള പ്രചോദനം നൽകിയ, നേരും നന്മയും നിലനിർത്താനും സത്യവും സമാധാനവും സംസ്ഥാപിക്കാനും ഏതറ്റം വരെയും കഷ്ടപ്പാടിന് വിശ്വാസികൾ തയ്യാറാവണമെന്ന നിർദ്ദേശം നൽകുന്ന, അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസത്തിലേക്കും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലേക്കും മുന്നിട്ടിറങ്ങുന്ന സമയത്ത് അതിന് വഴിമുടക്കിയായി കടന്നു വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റുന്നതിൽ വിശ്വാസികൾ കണ്ടെത്തേണ്ട നിശ്ചയദാർഢ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹത്തായ ഒരു പോരാട്ടത്തിൻ്റെ പ്രത്യേക അനുസ്മരണം നടത്തുന്ന, അതിൻ്റെ സ്മരണകൾ അയവിറക്കുന്ന സമയം. നാം ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവർ അവരുടെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഇട്ടേച്ചുകൊണ്ട് പോയപ്പോൾ സ്വാഭാവികമായും ആ സമ്പത്ത് കൊള്ളയടിക്കുകയും മുസ്ലിമീങ്ങളുടെ സമ്പത്തിനെ അങ്ങേയറ്റം സ്വന്തം കാര്യം പോലെ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഖുറൈശികളുടെ ധിക്കാരപരമായ നിലപാടിന് ചെറുതായൊരു മറുപടി എന്ന നിലക്ക് അവരുടെ സാമ്പത്തിക സോഴ്സ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കച്ചവട സംഘത്തെ നേരിടാനും പിടികൂടാനുമായി ഹിജറയുടെ 2-ാം കൊല്ലം റമദാൻ 7-ന് മദീനയിൽ നിന്ന് പുറപ്പെടുന്നു. അബൂ സുഫിയാനെയും സംഘത്തെയും പിടികൂടുക എന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. കാരണം അവരുടെ സമ്പത്തും മറ്റെല്ലാ സൗകര്യങ്ങളും ഇവർ കൊള്ളയടിക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് അവരുടെ നീതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം എന്നതാണ് അതിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ വാസ്തവത്തിൽ ഒരു യുദ്ധം മുസ്ലിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോരാൻ ലഭ്യമായ ആളുകളെ മാത്രം വെച്ചുകൊണ്ടാണ് 300 ചില്ലാനും ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കളത്തിലേക്ക് അല്ലെങ്കിൽ ബദറിലേക്ക് പുറപ്പെടുന്നത്. പക്ഷേ അബൂ സുഫിയാൻ ഈ കാര്യം മണത്തറിയുകയും മക്കയിലേക്ക് വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പടപ്പുറപ്പാട് തന്നെ നടത്തുകയും അവസാനം, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ട സമയത്ത് വാദി ദഫറാൻ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുറൈശികൾ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പടപ്പുറപ്പാട് നടത്തുന്നുണ്ടെന്ന വിവരം അറിയുന്നത്. അപ്പം നബി സല്ലല്ലാഹു തങ്ങൾ തൻ്റെ കൂടെയുള്ള സഹാബികളോട് അഭിപ്രായം ചോദിച്ചു. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, കാരണം നമ്മൾ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെയാണ് ടാർഗറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ നമ്മൾ യുദ്ധത്തിന് വേണ്ടി വന്നതല്ലാത്തത് കൊണ്ട് തിരിച്ചു പോയാൽ അതിൽ മോശമൊന്നുമില്ല. പക്ഷേ ശത്രുക്കൾ നമ്മെ യുദ്ധത്തിന് നിർബന്ധിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവരോട് പോരാടാനുള്ള അനുവാദവും എനിക്കുണ്ട്. എന്തു ചെയ്യണം, നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് സഹാബികളോട് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾക്ക് സപ്പോർട്ട് നൽകി. തങ്ങൾ എന്തു തീരുമാനമെടുത്താലും ആ തീരുമാനത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കാനുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞപ്പോൾ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, വല്ലാഹി മാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീൽ ലി മൂസ. മൂസ അലൈഹിസ്സലാമിനോട് ഇസ്രായേലികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും തങ്ങളോട് പറയില്ല. ഇസ്രായേലികൾ യുദ്ധത്തിൻ്റെ രംഗം വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ഖുർആനിലുണ്ട്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നിങ്ങളും പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരിക്കുകയാണെന്ന്. മറിച്ച് ഞങ്ങൾ അങ്ങനെ പറയില്ല. വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക, മറിച്ച് തങ്ങൾ യുദ്ധത്തിന് പോയിക്കോളൂ, ഫഖാതില യുദ്ധം ചെയ്തോളൂ, ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങൾ തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന് അതിശക്തമായ സപ്പോർട്ട് കൊടുത്തു. പക്ഷെ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറയുന്നത് മദീനക്കാരായ അൻസാരികളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും മദീനയിലേക്ക് ക്ഷണിക്കുമ്പോൾ
മദീനയിൽ വെച്ച് റസൂലുള്ളാഹിക്കെതിരെ അല്ലെങ്കിൽ സഹാബികൾക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണ സ്വഭാവമുണ്ടായാൽ ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ പോകുമോ അതേപോലെ നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ മദീനയുടെ പുറത്ത് വെച്ചാണ് ഈ ബദർ യുദ്ധം എന്ന് പറയുന്ന സംഭവം നടക്കാൻ പോണത്. അവിടെ വെച്ച് നടക്കുന്ന ഒരു യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതേപോലെ മക്കക്കാരായ മുഹാജിറുകൾക്കും ഇവരുടെ സപ്പോർട്ട് എന്തുമാത്രമായിരിക്കുമെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് റസൂലുള്ളാഹി ഇത് ചോദിക്കുന്നതെന്ന് മദീനക്കാരായ സഹാബികൾക്ക് മനസ്സിലായി. അപ്പോൾ അൻസാരികളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലക അന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, പടച്ചോനെ തന്നെ നബിയെ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു ഈ ചോദ്യം കൊണ്ട്. എന്നാൽ തങ്ങൾക്ക് കേൾക്കണോ, ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി തങ്ങളെ നിയോഗിച്ച പടച്ചതമ്പുരാനെ തന്നെ സത്യം, ലവിസ്താറൽത ബിൽ ബഹറ, ഞങ്ങളുമായി തങ്ങളൊരു കടലിലേക്ക് ഇറങ്ങിയിട്ട് ഫഖുൽതഹു, ആ കടലിലേക്ക് തങ്ങൾ പ്രവേശിച്ചാൽ ഞങ്ങളോട് കൂടെ ചാടണമെന്ന് പറഞ്ഞാൽ ലഹുൽനാഉ മഅക, അവിടുന്ന് രക്ഷപ്പെടുമോ എന്ന് മുന്നും പിന്നും ആലോചിക്കാതെ തങ്ങളുടെ കൂടെ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങി വരാൻ പോലും ഞങ്ങൾ തയ്യാറായിരിക്കും. മതഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് ഒരാളും പുറകോട്ട് നിൽക്കില്ല. അതുകൊണ്ട് തങ്ങളുടെ തീരുമാനം എന്താണെങ്കിൽ ആ തീരുമാനവുമായി മുന്നോട്ട് പോകാം. മദീനക്കാരായ അൻസാരികളുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും തങ്ങൾക്കുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് വലിയ സന്തോഷമാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറയുകയും ചെയ്തു, സീറു, എന്നാൽ മുന്നോട്ട് നടന്നോളൂ, വഅബ്ശിറു, സന്തോഷിക്കുകയും ചെയ്തോളൂ സഹാബികളെ, ഫഇന്നല്ലാഹ ഖദ് വഅദനി, അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഇഹദ ത്വായിഫത്തൈൻ, രണ്ടാലൊരു സംഘത്തെ, ഒന്നുകിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ അല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി സംഘത്തെ, ഈ രണ്ടിലേതെങ്കിലും ഒരു സംഘത്തെ അല്ലാഹു തആല എനിക്ക് വിജയിപ്പിച്ചു തരാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ബദറിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ സമീപത്തെത്തിയപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സിഹിം, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫാശ്ബിഹും, പടച്ചവനെ ഇവർ ചെരുപ്പ് ധരിക്കാൻ കഴിവില്ലാത്തവരാണ്, ഇവരെ നീ ഏറ്റെടുക്കണം, ഇവർ നഗ്നന്മാരാണ്, വസ്ത്രത്തിന് വകുപ്പില്ലാത്തവരാണ്, ഇവർക്ക് നീ വസ്ത്രം നൽകണം, അത് അല്ലാഹുവേ ഇവർ വിശന്നവരാണ്, അവരുടെ വിശപ്പ് നീ മാറ്റി കൊടുക്കണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ പിന്നെ യുദ്ധത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളും മറ്റൊരു ഭാഗത്ത് ശത്രുക്കളും ഇറങ്ങിയിരിക്കുന്നു. ആ മുസ്ലിമീങ്ങൾ ഇറങ്ങിയ ഭാഗം പൊതുവിൽ പിന്നെ ഭൂമിയൊക്കെ നടക്കാനൊക്കെ പ്രയാസമുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ഭൂമിയാണ്. അവിടെയാണെങ്കിൽ അവർക്ക് വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ അതേസമയത്ത് ശത്രുക്കളുള്ള ഭാഗം നല്ല ഭൂമിയും അതേപോലെ അവർക്ക് വെള്ളത്തിന്റെ സൗകര്യങ്ങളും മറ്റുമൊക്കെ അവിടെയുണ്ട്. അപ്പൊ പിശാച് ചില മുസ്ലിമീങ്ങളുടെ മനസ്സിലെങ്കിലും ഒരു ദുശ്ചിന്ത ഇങ്ങനെ ഇട്ടുകൊടുത്തു. അതെന്താ ഇട്ടുകൊടുക്കുന്ന ദുശ്ചിന്ത? നമ്മള് സത്യത്തിലാണ്, നമ്മുടെ കൂടെ പ്രവാചകനുമുണ്ട്, അള്ളാഹുവിന്റെ സപ്പോർട്ടുമുണ്ട്, എന്നിട്ടും ഭൗതിക സൗകര്യങ്ങളൊക്കെ നമുക്ക് എതിരാണല്ലോ, അതേസമയം ശത്രു സമൂഹത്തിന്റെ അടുത്താണല്ലോ വെള്ളമൊക്കെ ഉള്ളത് എന്ന് അവർ പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുസ്ലിമീങ്ങൾക്ക് അന്നത്തെ രാത്രി ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ രാത്രി അവരുടെ മനസ്സിൽ, അവരുടെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും അല്ല ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായ ഈ ഒരു ചെറിയ വസ്വാസ് അത് മാറ്റാൻ അല്ലാഹു തആല വലിയൊരു സംവിധാനം ചെയ്തു. ഇത് യുഗശീകുമുൻ നുആസ അമനതം മിൻ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. യുദ്ധത്തിന്റെ തലേരാത്രി എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ, നേരത്തെ ഒരു യുദ്ധം നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെ പറ്റിയുള്ള പരിചയങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ ജിജ്ഞാസ ഉണ്ടാകുമല്ലോ എന്തായിരിക്കും നടക്കുക എന്ന്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉറക്കം വരാത്തൊരവസ്ഥയിൽ ഉണ്ടാവുക. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് തലേരാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കം നൽകുകയും ആ രാത്രി അവർക്ക് നന്നായിട്ട് മഴ പെയ്യുകയും ചെയ്തു. ആ മഴ പെയ്തപ്പോൾ അവരുടെ ഭൂമിയൊക്കെ ഉറച്ച് നടക്കാൻ പാകപ്പെടുകയും അതോടൊപ്പം അവർക്ക് സമൃദ്ധമായി വെള്ളം ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അങ്ങനെ പൈശാചിക ദുർബോധനത്തിൽ നിന്ന് ആ സഹാബികളുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ അംഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഏതായാലും ശരി, അങ്ങനെ യുദ്ധത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അതിശക്തമായി നിലനിൽക്കുകയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ പ്രാർത്ഥനയുമായി ആ രാത്രിയും അതേപോലെ തന്നെ യുദ്ധത്തിന്റെ ആ രംഗത്തേക്ക്
അതിലേക്ക് എത്തുന്നത് വരെയുള്ള സമയവും ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം.